ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റിയാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് 915trade.com ആണ്. അത് നിങ്ങളൊരു ഇൻഡെക്സ് ഓപ്ഷൻ ട്രേഡറൊക്കെ ആണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മളിന്ന് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻ ബയറും സെല്ലറൊക്കെ ആണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ഇപ്പോൾ നിലവിൽ നമുക്കിവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസസ്, ഫിൻ നിഫ്റ്റിക്കാണ് ഈ ഒരു വെബ്സൈറ്റിൽ കിട്ടുന്നത്. ഇത് നമുക്ക് ലൈവ് ഡാറ്റ കിട്ടുന്നുണ്ട്, അതുപോലെ നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ കിട്ടുന്നുണ്ട്. അപ്പോൾ ലൈവ് ഡാറ്റയ്ക്ക് നമുക്ക് പ്രീമിയം ആക്സസ് വേണം. നമുക്ക് ട്രയൽ വെർഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ട്രയൽ വെർഷനിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ 4 സെക്ഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വോളിയം ബേസ് മാത്രമായിട്ടുള്ള അനാലിസിസാണ്. വേറെ ഒരു ടൂൾസും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ സാധാരണ നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിനൊക്കെ ഓപ്പൺ ഇൻട്രസ്റ്റ്, ലോങ് ബിൽഡപ്പ്, ഷോർട്ട് ബിൽഡപ്പ് ഒക്കെ നോക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നുമല്ല, ജസ്റ്റ് വോളിയം ബേസ് ഇത് മാത്രമുള്ള ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സെക്ഷൻ എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യം തന്നെ നിഫ്റ്റി ഫ്യൂച്ചർ ബൈ ആൻഡ് സെൽ. ഇപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ബൈ ആൻഡ് സെൽ. ഇത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൻ്റെ ബൈയും സെല്ലിനെയാണ് കാണിക്കുന്നത്. സാധാരണയായിട്ട് നമ്മുടെ ട്രേഡിംഗ് ടെർമിനലിൽ നമുക്ക് ട്രേഡഡ് വോളിയം മിക്സ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. നമുക്ക് അതിൽ നിന്ന് എത്ര ബയേഴ്സാണ് എത്ര സെല്ലേഴ്സാണ് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എത്ര പേര് ബൈ ചെയ്തു എത്ര പേര് സെല്ല് ചെയ്യുന്നു അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ തൊട്ട് താഴെ നമുക്ക് ഒരു വൈറ്റ് ലൈൻ കാണാൻ സാധിക്കും. അത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത് ഡിഫറൻസ് നമുക്ക് നോക്കിയിട്ട് അറിയാൻ സാധിക്കും ഇത് സ്ട്രോങ് ആണോ വീക്ക് ആണോ, അതായത് ഫ്യൂച്ചറിൽ ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്ക്രീൻ ആക്കി കാണിച്ചു തരാം. ഇത് നമുക്കിതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഷോ ഫുൾ സെക്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ മുതൽ ക്ലോസ് വരെയുള്ള സെക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ ഷോ ഡിഫറൻസ് ആൽഫ ആർക്ക്, ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടി ഈസിയാണ്. അതായത് ഈ ആർക്കിൽ നമുക്കിവിടെ റെഡ് വരാണെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺ ആണെന്ന് മനസ്സിലാക്കാം. അതായത് സെല്ലേഴ്സിൻ്റെ കൺട്രോളിലാണ് ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ഇവിടെ ബ്ലൂ വരാണെങ്കിൽ ബയ്യേഴ്സിൻ്റെ കൺട്രോളിലാണ് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കാം. നമുക്കിവിടെ തന്നെ മാറ്റാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത്തിരി കൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതായത് ഇവിടെ റെഡ് വരാണ് കണ്ടോ, മാർക്കറ്റിൽ സെല്ലേഴ്സാണ് കയറി വരുന്നത്. ഓക്കെ, ഇവിടെ പ്രൈസ് ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് കറക്റ്റായിട്ട് ഇത് ഈ റെസ്പെക്റ്റ് ചെയ്ത് പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ 10.46 മുതൽ കണ്ടോ നല്ല രീതിയിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇത് പ്രൈസ് അല്ല കാണിക്കുന്നത്, ആ ഒരു സെല്ലിംഗ് പവറാണ് കാണിക്കുന്നത്, സെല്ലിംഗ് ബൈങ് പവറാണ് കാണിക്കുന്നത്. ഇവിടെ ബൈ പവർ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സെൽ പവർ വന്നു, ഇവിടെ വീണ്ടും നല്ല രീതിയിൽ ബൈ പവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ബൈയും സെല്ലും ക്വാണ്ടിറ്റി വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ട്രെൻഡ് മെഷർ ചെയ്യുന്നത്. അത് സെയിം മൂവ്മെൻറ്റാണ് നമുക്ക് ലൈവ് മാർക്കറ്റിലും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ വോളിയം വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ. അപ്പോൾ നമുക്ക് ആ വോളിയം വെച്ച് മാത്രം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണ്. നമുക്ക് വേറെ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങി ജസ്റ്റ് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്, നിഫ്റ്റി ഫ്യൂച്ചർ ബൈ ആൻഡ് സെല്ല്. അതായത് ഓരോ മിനിറ്റിൽ എത്ര പേര് ബൈ ചെയ്തിട്ടുണ്ട് സെല്ല് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. താഴെ ഈ ഒരു ആർക്ക് ഇട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ആരുടെ കൺട്രോളിലാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ കയറുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി അത് ബയേഴ്സിൻ്റെ കൺട്രോളിലാണ് ഇപ്പോൾ മാർക്കറ്റ് എന്ന് മനസ്സിലായി. കാരണം ഇത് ഈ ഒരു ഡിഫറൻസ് ബയ്യറും ക്വാണ്ടിറ്റിയും സെല്ലർ ക്വാണ്ടിറ്റിയും ഉള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് ഈ ലെവൽസ് മാർക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു നിഫ്റ്റി ഫ്യൂച്ചർ ബൈ സെല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നിഫ്റ്റി സ്പോട്ട് ക്യാൻഡിലാണ്. അത് നമ്മുടെ സ്പോട്ട് ചാർട്ടാണ്, നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടാണ്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീനാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമുക്ക് ORB കാണാൻ സാധിക്കും, അതായത് ഓപ്പൺ റേഞ്ച് ബ്രേക്കൗട്ട് കാണാൻ സാധിക്കും. അതായത് 9.15 മുതൽ 9.19 വരെ ലെവൽസാണ് ഈ എടുത്തിരിക്കുന്നത്, ORHും. അപ്പോൾ ഈ ORH ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അടുത്ത 26, 100, 150 സ്ട്രൈക്ക് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ലെവൽസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ വേണ്ടി, അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 26, 100 സ്ട്രൈക്കിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് അടുത്ത 26, 150 സ്ട്രൈക്കിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ നമുക്ക് മാർക്കേഴ്സ് കാണാൻ സാധിക്കും കണ്ടോ. ഇവിടെ നമുക്ക് റെഡും ബ്ലൂ ആയിട്ടുള്ള മാർക്കേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. അത് മാർക്കേഴ്സ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പ്രഷറാണ്, സെല്ലിംഗ് പ്രഷറാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഈ ORH ലെവൽ ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തു. പക്ഷേ ഇവിടെ ബ്രേക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു തരത്തിലുള്ള മാർക്കേഴ്സും വന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ആ ഒരു ബ്രേക്കൗട്ട് സ്ട്രോങ് അല്ല, വീക്കാണ്. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ ഒരു റെഡ് മാർക്കർ വന്നിട്ടുണ്ട്. ആ മാർക്കർ വന്നപ്പോൾ അവിടെ നമുക്ക് സെല്ലാണ്. അപ്പോൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സ്ട്രൈക്ക് വരെ പോകാൻ ചാൻസ് ഉണ്ട്. 26 തൊട്ടടുത്ത് വരെ വന്നിട്ടാണ് തിരിച്ച് കയറിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഡോട്ട്സ് കാണാം. ആ ഡോട്ട്സ് പറയുന്നത് ആ ഒരു സെല്ലിനെ സപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പോഴും മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് സെല്ലായിട്ട് നിൽക്കുകയാണ്. ആ ഡോട്ട്സ് മാറിയിട്ടുണ്ടെങ്കിൽ സെല്ലർ വീക്കാണെന്നാണ് കാണിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ബൈ മാർക്കർ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ബ്രേക്കൗട്ട് ORH ബ്രേക്കൗട്ട് ചെയ്ത് ബൈ മാർക്കർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ബ്രേക്കൗട്ട് സ്ട്രോങ് ആണെന്ന്. കണ്ടോ, അടുത്ത എക്സാക്റ്റ് 26, 100 വരെ ടച്ച് ചെയ്തിട്ടാണ് താഴേക്ക് വന്നിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് 1 മിനിറ്റ് ഡിലേ ഉണ്ട്. അപ്പോൾ 1 മിനിറ്റ് ഡിലേയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇത് വെച്ച് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് മാത്രം, ഈ ഒരു ചാർട്ട് റെഫർ ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഈ എല്ലാ സെക്ഷനും കൂടി കമ്പൈൻ ചെയ്തിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഐഡിയ കിട്ടും. ഇപ്പോൾ ഇവിടെ ബ്രേക്കൗട്ട് വന്നു, 26,100 ബ്രേക്കൗട്ട് വന്നതിന് ശേഷം ഉണ്ടോ ബ്ലൂ മാർക്കറ്റ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അത് സ്ട്രോങ് ആയിട്ടുള്ള ട്രെൻഡാണെന്ന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ജസ്റ്റ് ഇവിടെ ബ്രേക്കൗട്ട് വരാണെങ്കിൽ ഈ ബ്ലൂ മാർക്കറ്റ് വന്നിട്ടുണ്ടോ നോക്കാം. അതിനുശേഷം ആ ഒരു സമയത്ത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്യൂച്ചറിൽ ബൈ സൈഡിൽ നോക്കിയിട്ട് അതിൻ്റെ ട്രെൻഡ് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ 10:51 ആ ഒരു മാർക്കറ്റ് വന്നിട്ടുണ്ട്, ബ്ലൂ മാർക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 10:51 മാർക്കറ്റ് ഉണ്ടോ ആ ബ്ലൂവിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബൈലാന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇത് വോളിയം ബേസ് ചെയ്ത് മാത്രമാണ്, ഇവിടെ പ്രൈസ് നോക്കിയിട്ടല്ല, ജസ്റ്റ് വോളിയം, അത് ബൈയും സെല്ലും കൊണ്ടിട്ടുള്ള ആ ഡിഫറൻസ് നോക്കിയിട്ടാണ് ഈ ലെവൽസ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൈസാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വോളിയം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബുള്ളിഷാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെക്ഷനിലേക്ക് നോക്കാം. ഇനി അടുത്തത് ഇൻഡെക്സ് ട്രെൻഡ് ലൈനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രെൻഡ് ലൈനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ട്രെൻഡ് ലൈനൊക്കെ കാണുന്നത് സ്പോട്ട് മാർക്കറ്റിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് വെച്ചിട്ടാണ് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു തരത്തിലുള്ള പ്രൈസ് വെച്ചിട്ടല്ല ഈ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് വോളിയം ബേസ് ചെയ്തിട്ടാണ്. അതായത് ഓപ്ഷൻസിൻ്റെ വോളിയം എടുത്തിട്ടാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ബയേഴ്സിൻ്റെ, നമ്മളോട് കണ്ട പോലെ ബയേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ ടോട്ടൽ വോളിയം എടുത്തിട്ട് അത് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കിത് ഫുൾ സ്ക്രീനായിട്ട് നോക്കാം. ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സെക്ഷൻ കിട്ടും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മോർണിംഗ് മുതലുള്ള നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇവിടെ ഷോർട്ട് ട്രെൻഡ് ലൈൻ, ജസ്റ്റ് ട്രെൻഡ് ലൈൻ മാത്രം എടുത്ത് കാണിച്ചു തരാം. അതായത് അപ്പ് സൈഡ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ 0-ന് മുകളിൽ പോവുകയാണെങ്കിൽ മനസ്സിലാക്കാം ബയേഴ്സിൻ്റെ കൺട്രോളിലാണ് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കാം. താഴേക്ക് വരാണെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റ് ഈ ലെവൽസിന് താഴേക്ക് ഇങ്ങനെ വരാണെങ്കിൽ സെല്ലേഴ്സിൻ്റെ കൺട്രോളാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നത് ബൈയും സെല്ലും ക്വാണ്ടിറ്റി ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ചില സമയത്ത് കയറി താഴേക്ക് വന്നു, കയറി താഴേക്ക് വന്നു. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ആൽഫ ആർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ക്ലിയർ ആവും. ജസ്റ്റ് അത് യൂസ് ചെയ്താൽ മാത്രം മതി. അതായത് ഈ ഒരു ബ്ലൂ വന്നിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് അപ്പാണ്, അതായത് കോൾ ഓപ്ഷൻസ് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. റെഡ് വന്നിട്ടുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻസ് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ഓപ്ഷൻ സെല്ലറൊക്കെ ആണെങ്കിൽ ഈ ഒരു ബ്ലൂ ഒക്കെ വരാണെങ്കിൽ നിങ്ങൾക്ക് പുട്ട് സെല്ല് ചെയ്യാം. അതുപോലെ റെഡ് വരാണെങ്കിൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഈ ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഈ ആർക്കിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, കാരണം നമുക്ക് ട്രെൻഡ് എക്സാക്റ്റ് അറിയാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കോമ്പിനേഷൻ നോക്കാം. കാരണം ഇവിടെ 10:03 നമുക്കിവിടെ ആ ഒരു മാർക്കർ വന്നിരിക്കുന്നത്, ബ്ലൂ മാർക്കർ വന്നിട്ടുള്ളത്. അപ്പോൾ 10:03 നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 10:03 നമുക്ക് ഇവിടെ ഒരു ക്ലിയർ സിഗ്നൽ കിട്ടിയിട്ടില്ല, ജസ്റ്റ് റെഡും ബ്ലൂ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് 10:03 നോക്കാം. 10:03 നമുക്കും ഇവിടെ ജസ്റ്റ് ആ ഒരു ക്ലിയർ ആയിട്ടില്ല. പക്ഷേ അടുത്ത സിഗ്നലുണ്ട് 10:53 വന്ന സിഗ്നൽ നമുക്ക് നോക്കാം. 10:53 വന്നപ്പോഴേക്കും കണ്ടോ മാർക്കറ്റ് ഓൾറെഡി ആ ഒരു ബ്ലൂവിലാണ് നിൽക്കുന്നത്, അതായത് ബൈ പ്രഷറിലാണ് നിൽക്കുന്നത്. ഇവിടെ മാർക്കറ്റിൽ ആ ഒരു ബ്ലൂ മാർക്കർ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ മാർക്കറ്റ് ഇവിടെ ബ്ലൂവിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അപ്പ് സൈഡാണെന്ന്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കോൾ ഓപ്ഷൻ ആണെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അടുത്ത് നോക്കാം. ഇനി ഇവിടുന്ന് സെൽ ട്രെൻഡ് വന്ന എവിടെ നോക്കാം. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് സെൽ ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഇപ്പോൾ 1:59 വന്നിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടെയും റെഡാണ്. ഇനി ഇവിടെ നോക്കുമ്പോൾ 1:59 നോക്കാം, അവിടെയും നമുക്ക് റെഡാണ് കാണിക്കുന്നത് കണ്ടോ. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരാണ് ചെയ്തത് കണ്ടോ. മാർക്കറ്റ് താഴേക്ക് അടുത്ത സ്ട്രൈക്ക് വരെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു സ്ട്രൈക്കിൽ നിന്ന് അടുത്ത സ്ട്രൈക്ക് വരെ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു മൂവ്മെൻറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ട്രെൻഡ് ലൈൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ സാധാരണയായിട്ട് ഇൻഡെക്സ് ട്രെൻഡ് ലൈനൊക്കെ മാർക്ക് ചെയ്യുന്നത് ഫ്യൂച്ചറിൻ്റെ അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ് വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ഒരു തരത്തിലുള്ള പ്രൈസും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് വോളിയം ബേസ് ചെയ്ത് മാത്രമാണ്. അതായത് ഓപ്ഷൻസിൻ്റെ വോളിയം ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെ ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഈ ലെവൽസ് മാർക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കിവിടെ ആർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ വരാണെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അപ്പും റെഡ് വരാണെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺ ആണെന്ന് മനസ്സിലാക്കാം. അതായത് ബ്ലൂ വരാണെങ്കിൽ ബൈ പ്രഷറാണ് കൂടുതൽ,
റെഡ് വരാണെങ്കിൽ സെൽ പ്രഷറാണ് കൂടുതൽ. അപ്പോൾ ഇതേ ആ ഒരു സെൽ പ്രഷർ വരുമ്പോൾ തന്നെ ഇവിടെ മാർക്കറ്റിൽ ആ ഒരു ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ബൈ പ്രഷർ വരുമ്പോൾ മാർക്കറ്റിൽ ഒരു അപ്പ് മൂവ്മെൻറ്റും കാണാൻ സാധിക്കും. ഓക്കെ, അതായത് പ്രൈസ് യൂസ് ചെയ്യാൻ തന്നെ വോളിയം ബേസ് ചെയ്ത് മാത്രം നോക്കിയിട്ട് പോലും നമുക്ക് കറക്റ്റ് ആ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് പോകുന്നത്. അടുത്തത് സ്ട്രൈക്ക് വൈസ് സെല്ലർ വോളിയാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് ഓരോ സ്ട്രൈക്കിൻ്റെ സെല്ലർ വോളിയാണ്. അതായത് ബയർ വോളിയല്ല, സെല്ലർ വോളിയാണ്. നമുക്കറിയാം ഓപ്ഷൻസൊക്കെ അധികവും കൺട്രോൾ ചെയ്യുന്നത് സെല്ലേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെല്ലറിൻ്റെ വോളിയം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് അറിയാൻ സാധിക്കുന്നത്, ആ ഒരു പെർട്ടിക്കുലർ സ്ട്രൈക്കിൻ്റെ ട്രെൻഡ് അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അറ്റ് ദ മണിയാണ് നമ്മൾ നോക്കേണ്ടത് മെയിനായിട്ട്. അപ്പോൾ അറ്റ് ദ മണി 26,200 ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ബ്ലൂ ബാറും റെഡ് ബാറും. ഈ ബ്ലൂ ബാർ എന്ന് പറയുന്നത് പുട്ട് സെല്ലറാണ്, റെഡ് ബാർ എന്ന് പറഞ്ഞാൽ കോൾ സെല്ലറാണ്. അതായത് ബ്ലൂ ബാർ കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റിൻ്റെ ട്രെൻഡ് അപ്പ് സൈഡാണ്. കാരണം പുട്ട് സെല്ലേഴ്സ് കൂടുതലാകുമ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അപ്പ് സൈഡായിരിക്കും. ബാറാണ് കൂടുതലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺ ആണെന്ന്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇത് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും അറ്റ് ദ മണിയാണ് റെഫർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും കോൾ റൈറ്റേഴ്സിൻ്റെയും പുട്ട് റൈറ്റേഴ്സിൻ്റെയും മൂവ്മെൻറ്റ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് ഫുള്ളായി കിടച്ചുതരാം. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഇതെന്താണെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇത് റെഡ് ലൈൻ പോകുന്നത് കോൾ റൈറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസാണ്, ബ്ലൂ ലൈൻ പോകുന്നത് പുട്ട് റൈറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസാണ്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നമുക്കിവിടുന്ന് കോൾ റൈറ്റേഴ്സിനെ മാത്രമായിട്ട് കാണിച്ചു തരാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഞാൻ സൂം ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ, ഒരുപാട് ഗ്രീൻ ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് റെഡ് ക്യാൻഡിൽസും വരുന്നുണ്ട്. അപ്പോൾ ഇത് കോളിൻ്റെ ആണ്. അത് കോൾ സെല്ലേഴ്സിൻ്റെ ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ബാർസ് ഇങ്ങനെ ഫോം ചെയ്യുന്ന അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഈ കോൾ റൈറ്റേഴ്സ് പുതിയ പൊസിഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ സെല്ലിങ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ട്രൈക്കിൽ. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് ഡൗൺ പോകാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇതുപോലെ റെഡ് ബാർ വരാണെങ്കിൽ, വലിയൊരു റെഡ് ബാറൊക്കെ വരാണെങ്കിൽ അവർ എക്സിറ്റ് ചെയ്ത് മാറാണ്, അവരെ സെല്ല് ചെയ്തത് എക്സിറ്റ് ചെയ്ത് മാറാണ്. അപ്പോൾ അതിനർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോളിൽ ഇതുപോലെ വലിയ റെഡ് ബാർ വരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർ എക്സിറ്റ് ചെയ്ത് മാറി കോൾ ഓപ്ഷൻസ് കയറി പോകാൻ ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആണോ, ഇവിടെ നല്ല രീതിയിൽ അവർ എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ അവർ എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഇത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 12:22 നല്ല രീതിയിൽ എക്സിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. 12:22 മുതൽ 12:38 വരെയാണ് കണ്ടിന്യൂസ് ആയിട്ട് അവർ എക്സിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ 12:22 എന്ന് പറയുമ്പോൾ നമുക്ക് 1 മിനിറ്റ് ഡിലേയിലാണ് ഡാറ്റ വരുന്നത്. അപ്പോൾ നമുക്ക് 12:23 മുതൽ 12:39 വരെയുള്ള മൂവ്മെൻറ്റ് നോക്കാം. ഓക്കെ ആണോ, 12:23 അവർ എക്സിറ്റ് ചെയ്തുകൊണ്ടോ ഇവിടുന്ന്. ആ സമയത്ത് 78.20 ആയിരുന്നു ക്ലോസ് പ്രൈസ്. ഈ 12:33 നോക്കാം കണ്ടോ, 95 ക്ലോസ് പ്രൈസ് കണ്ടോ. ആ ഒരു മൂവ്മെൻറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റിലെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് കോളിൻ്റെ, നിങ്ങൾക്ക് ഇനി പുട്ടിൻ്റെ അറിയണമെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പുട്ട് സെലക്ട് ചെയ്യാം കണ്ടോ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഗ്രീൻ ക്യാൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പുട്ട് റൈറ്റേഴ്സ് അവരുടെ പൊസിഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ സെല്ലറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ പുട്ട് ഓപ്ഷൻസ് സെല്ല് ചെയ്യാവുന്നതാണ് കണ്ടോ. കണ്ടിന്യൂസ് ആയിട്ട് അവർ ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ ആ പുട്ട് റൈറ്റിംഗ് അവർ പൊസിഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് വലിയൊരു റെഡ് ബാർ വരുന്നത് അപ്പോൾ മാത്രം നമ്മൾ എക്സിറ്റ് ചെയ്താൽ മതിയാവും കണ്ടോ. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയിട്ടാണെങ്കിൽ 10:02 മുതൽ 10:22 വരെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവർ പൊസിഷൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓപ്ഷൻ സെല്ലറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 10:02 നമുക്ക് നോക്കാം. 10:02 മാർക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 186 ക്ലോസ് ചെയ്തിരുന്നത്. 10:22 മുമ്പ് അത് 111 വരെ ഉണ്ട് കണ്ടോ. ഇത്രയും വരെ മാർക്കറ്റ് താഴേക്ക് വന്നു. ആ ഒരു മൂവ്മെൻറ്റാണ് കണ്ടോ, ഒരു കണ്ടിന്യൂസ് ആയി ബിൽഡ് ചെയ്തു കണ്ടോ. പിന്നെ ഇവിടെ നമുക്ക് വീണ്ടും ഓപ്ഷൻ സെല്ലറൊക്കെ ആണെങ്കിൽ 10:48 മുതൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്താൽ മതി. 10:48 മുതൽ
13.47. ഇവിടെ സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ 115.10, കണ്ടോ 73. വളരെ സിമ്പിളായിട്ടാണ് നമുക്കത് അറിയാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് പുട്ട് റേറ്റേഴ്സ് 10.47 മുതൽ 13.46 കണ്ടോ. ഇവിടെ നിന്ന് ഇവിടെ വരെ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിങ് ആയിരുന്നു. അപ്പോൾ നമുക്കിത് നോക്കി കഴിഞ്ഞാൽ ലൈവ് മാർക്കറ്റിൽ തന്നെ അറിയാൻ സാധിക്കും ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ വരാണെങ്കിൽ ഇതിൽ ഈ ആർക്ക് ബ്രേക്കൗട്ട് ചെയ്ത് റെഡ് ക്യാനിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പുട്ട് റൈറ്റേഴ്സ് എക്സിറ്റ് ചെയ്ത് മാറി. അപ്പോൾ നമ്മൾ പിന്നെ പുട്ട് സെല്ല് ചെയ്യുന്നത് റിസ്ക് ആണ്. നമുക്കാണെങ്കിൽ കോൾ സെല്ല് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മൾ ബയേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ 13.58 നല്ല രീതിയിൽ സെല്ല് വന്നിരിക്കുന്നത്. 13.58 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ലൈവ് മാർക്കറ്റ് 1 മിനിറ്റ് ഡിലേ ഉണ്ട്. 13.59 മുതൽ കണ്ടോ 13.59 നമുക്കിവിടെ കാണാൻ സാധിക്കും. 86 ക്ലോസ്. 86 മുതൽ 103 വരെ ഹൈ പോയിൻ്റ് ആയിരുന്നു കണ്ടോ. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അപ്പ് സൈഡ് പോയിൻ്റ് ആയിരുന്നു. ജസ്റ്റ് ഈ മൂവ്മെൻ്റ് അനുസരിച്ച്. ഓക്കെ, പിന്നെ നമുക്കിത് വേണമെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് വളരെ സിമ്പിളായിട്ട് അറിയാൻ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പോൾ 26,000 ഏറ്റവും കൂടുതൽ കോൾ ഓപ്ഷൻ റൈറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം 26,200 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണെന്ന്. പിന്നെ ഇവിടെ 26,000 ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം 26,000 സ്ട്രോങ് സപ്പോർട്ടാണ്. നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ ATM ആണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാം 26,000 വന്നിട്ട് അവിടെ നിന്നൊരു സെൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. 26,000 ഉണ്ടോ ആ ടച്ച് ചെയ്തിട്ട് ഒന്ന് സെല്ല് വന്നിട്ടുണ്ട്. വീണ്ടും ആ ടച്ച് ചെയ്ത് സെല്ല് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടെന്ന് മനസ്സിലായി 26,000 സ്ട്രോങ് ആയിട്ട് സെല്ലേഴ്സ് ഉണ്ടെന്ന്, കോൾ റൈറ്റേഴ്സ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ വെച്ചുള്ള സ്ട്രാറ്റജി വീഡിയോസ് ഇതിനടുത്ത് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു 915trade.com വർക്ക് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.